ജോർജ് കുന്നേൽ
ജസ്ലിൻ ജോർജ് കുന്നേൽ, നാലാം ക്ലാസ്സില് ദിയാമോൻ പി കെ തെക്കേക്കരയിൽ, അഞ്ചാം ക്ലാസ്സിൽ കെവിൻ ചാക്കോസ് എം ആട്ടപ്പാട്, കുട്ടികളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. ആറാം ക്ലാസ്സിൽ സ്റ്റീവ് മാത്യു തെക്കേക്കര, ഏഴാം ക്ലാസ്സിൽ ജോസഫ് ജെയിംസ് അലകത്ത്, എട്ടാം ക്ലാസ്സിൽ നെൽവിൻ ലിജോ മലൂപ്പറമ്പിൽ, ഒൻപതാം ക്ലാസ്സിൽ നിയാസ് അലി അടപ്പട്ട്, പത്താം ക്ലാസ്സിൽ സഞ്ജന സോണി തെങ്ങുകഴി, പതിനൊന്നാം ക്ലാസ്സിലെ മൈജാറോസ് ബിജോ നടുപ്പറമ്പിൽ, പന്ത്രണ്ടാം ക്ലാസ് ഡെന്ന ബിജു അരിപ്പറമ്പിൽ. അടുത്തവരെ ക്യാഷ് പ്രൈസ് ഉള്ളത് തിരുവാല സഖ്യം പാലാരൂപത അടിസ്ഥാനത്തിൽ നടത്തിയ എൻ്റെ ഡയറി എന്ന മത്സരത്തിൽ സമ്മാനം നേടിയ മേരി പേഴ്സിറ്റി കിഴക്കേക്കര ക്യാഷ് പ്രൈസ് രൂപ. വീണ്ടും പഠനത്തിന് ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും നേടിയ കുട്ടികൾക്കുള്ള സമ്മാനങ്ങളാണ്. അതും നിങ്ങൾക്ക് ആർക്കൊക്കെയാണെന്ന് അറിയാം. അപ്പോൾ സ്കോളർഷിപ്പ് വാങ്ങിയവരെല്ലാം ഫസ്റ്റ് നേടിയവരാണ്. രണ്ടാം സ്ഥാനം നേടിയവരും ഈ സ്റ്റേജിന് സമീപത്തേക്ക്. ഫസ്റ്റ് തോമസ് മാത്യു തെക്കേക്കണ്ടത്തിൽ, സെക്കൻഡ് രണ്ടുപേർക്ക് ഡിനറ്റ് ലിജോ ഇടയാൽ, സ്റ്റെല്ല സെബാസ്റ്റ്യൻ അനാടമ്പഴി, രണ്ടുപേരും കയറി വരിക. മൂന്നാം ക്ലാസ്സിൽ നിന്ന് പഠനത്തിൽ ഫസ്റ്റ് ജസ്ലിൻ ജോർജ് കുന്നേൽ, സെക്കൻഡ് നദാൽ അരുൺ ഒട്ടാൽ പ്രവർത്തനം, നാലാം ക്ലാസ്സിൽ ഫസ്റ്റ് ദിയാമോൾ ജി കെ തെക്കേക്കരയിൽ, സെക്കൻഡ് എഡ്വിൻ ബിജു വട്ടക്കുടെ, അഞ്ചാം ക്ലാസ്സിൽ ഫസ്റ്റ് കെവിൻ ചാക്കോസ് എം ആട്ടപ്പാട്, സെക്കൻഡ് മിയ റോജേഴ്സ് കോഴിക്കാട്ടിൽ, ആറാം ക്ലാസ്സിൽ ഫസ്റ്റ് സ്റ്റീവ് മാത്യു ജെൻസ് കിഴക്കേക്കര, സെക്കൻഡ് അലോൺ മരിയ പി വി പേരൂർ പടിയിട്ടുണ്ട്, സെക്കൻഡ് ഒരു സെക്കൻഡ് കൂടിയുണ്ട് ജിയോണ ജോബി കോട്ടക്കാട്ട്, ആറാം ക്ലാസ് ഏഴാം ക്ലാസ് ഫസ്റ്റ് ജോസഫ് ബിബിൻ അലകത്ത്, സെക്കൻഡ് റോണി സന്തോഷ് പെരുമ്പക്കാട്ട്, ഡോൺ ബിജു അരിപ്പറമ്പിൽ, രണ്ട് സെക്കൻഡ്. കൈയടിച്ചു കൊടുക്കും. എട്ടാം ക്ലാസ് ഫസ്റ്റ് നെല്ലിൻ ബിജു നടുപ്പറമ്പിൽ, സെക്കൻഡ് ജോത്സ്ന ജോസ് അരിപ്പറമ്പിൽ, ഒൻപതാം ക്ലാസ് ഫസ്റ്റ് നിയാസ് എം ആട്ടപ്പാട്ട്, സെക്കൻഡ് ആൻമരിയ സന്തോഷ്, പത്താം ക്ലാസ് ഫസ്റ്റ് സഞ്ജന സോണി തെങ്ങുപള്ളി, സെക്കൻഡ് ലിൻഡ ജോർജ് പുളിക്കൽ, 11 ഫസ്റ്റ് മരിയ റോസ് ബിജോ നടുപ്പറമ്പിൽ, ഡെൽവിൻ ജോസ് തൈക്കാട്, 12 ഫസ്റ്റ് ഡെന്ന ബിജു അരിപ്പറമ്പിൽ, സെക്കൻഡ് റോസ്മിൻ റേസി ഓടക്കൽ,
10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും ഫുൾ മാർക്ക് നേടുകയും 90% കൂടുതൽ A+ നേടുകയും ചെയ്ത കുട്ടികൾക്കുള്ള പ്രത്യേക സമ്മാനങ്ങളാണ്. 10ാം ക്ലാസ്സിൽ നിന്നും സഞ്ജന സോണി തേക്കുംപള്ളി 100 മാർക്കും നേടി 1ാം സ്ഥാനത്തെത്തി. വലിയൊരു കയ്യടി കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുക. A+ നേടിയ 4 പേരുണ്ട്. ലിൻഡ ജോർജ് പുളിക്കൽ, ലിറ്റി ജോർജ് പുളിക്കൽ, ആൻമരിയ ജോസ് കരിതോലി, റോസ്മേരി ബേബി കിഴക്കേപ്പറമ്പിൽ. പന്ത്രണ്ടാം ക്ലാസ്സിൽ നിന്നും മുഴുവൻ മാർക്ക് നേടി 100% മാർക്ക് നേടിയ എല്ലാ ബീജു അരിപ്പറമ്പിൽ. A+ നേടിയ അമല ജോമർ കുളമാക്കൽ, ഡിയോണ സ്വാനും കാനിയക്കാട്ട് A+ നേടിയ കുട്ടികളാണ്. അവർക്കൊക്കെ ഒരു കയ്യടി കൊടുക്കും. നിങ്ങൾ പലരും മൊബൈലൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ആവശ്യമാണ്. നിങ്ങളുടെ കയ്യിൽ കൊടുക്കുന്നത്. റോസ്റ്റൻ രജി കോടക്കൽ, കാതറീൻ ജാൻസൺ പാറേക്കുഴി. ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു. എല്ലാവരും ക്രിസ് ഡി കരോട്ടുകുന്നേൽ, ജോൺസൺ ജെയ്സൺ പാറേക്കുടി, നടക്കാൻ വേണ്ടി ഒന്നും കണ്ടല്ലോ. എമ്മാനുവൽ പാറേക്കുടി, രണ്ടുപേരും ഫിലിക്സ് സനോജ് പുറത്തെ മുതുകാട്ടി, റിയ സജി ആന്തപ്പാട്, ഹാജരുണ്ടായിരുന്ന കുട്ടികൾക്കുള്ള പ്രോത്സാഹന സമ്മാനം. മിയ രാജേഷ് വൈകാലിൽ, ജിയോണ ജോലി കോട്ടച്ചാട്ട്, സ്റ്റീവ് മാത്യു ജെൻസ് കിഴക്കേക്കര, റോണി സന്തോഷ് പെരുമ്പക്കാട്ട്, ആൽവിൻ സോജൻ ഇതിന്റെ കുഞ്ഞൻ, അനാമിക ജോസ് ചെറുകുന്നത്ത്, സോന സുനിൽ പുത്തൻകുരി, ജോയൽ ജോലി കോട്ടച്ചാട്ട്, ഡെൽവി ജോർജ് തൈക്കാട്, ഡെന്ന ബിജു അരിപ്പറമ്പിൽ, ഏബൽ അരുൺ മാറാമറ്റത്തിൽ. രൂപതാതല കലോത്സവത്തിൽ സമ്മാനം നേടിയ കുട്ടികൾക്ക് ഒരു വലിയ കയ്യടി കൊടുക്കുക. രൂപതാതലത്തിൽ സമ്മാനം നേടിയ കുട്ടികളാണ്. എല്ലാവരും നല്ല ഒരു പ്രോത്സാഹനമാണ്. ഇത് ലളിതകാലത്ത് രൂപതാതലം 1ാം സ്ഥാനം നേടിയ ജോൺ ബിജു അരിപ്പറമ്പിൽ. പാട്ടുകളുണ്ടോ? ഈ കയ്യടി കൊടുക്കും സമ്മാനിച്ചത്. അൻപത് നോമ്പിൽ എല്ലാ ദിവസവും പള്ളിയിൽ വന്ന കുട്ടികൾക്കുള്ള പ്രോത്സാഹന ജോൺ ബിജു അരിപ്പറമ്പിൽ, ആൽവിൻ സോജൻ ഇതിന്റെ കുഞ്ഞൻ, സോന സുനിൽ പുത്തൻപുരയ്ക്കൽ, അനാമിക ജോസ് ചെറുകുന്നത്ത്, ജിയോണ ജ്യോതി കോട്ടച്ചാട്ട്, മയൂഹ ജിയ കിഴക്കേപ്പറമ്പിൽ,
ബ്ലസിമോൾ സജി ചൂരനോലിക്കുന്നേൽ, സ്റ്റീഫൻ അങ്ങാടംവയലിൽ, ജസ്ലിൻ കുന്നേൽ, അന്നു മയ്യ വണ്ടാനത്തോട്ടത്തിൽ, സിയോണ കിഴക്കേക്കര, എലിസബത്ത് കിഴക്കേക്കര, ജോസ്ന ജോസ് വലിയ പറമ്പിൽ, ജ്യോതിസ് വലിയ പറമ്പിൽ, ഡന്ന ബിജു വലിയ പറമ്പിൽ, നിങ്ങളുടെ വത്സമ്മ തോമസ് പുറകിലേക്ക്, സജി ജെയിംസ് എണ്ണപ്പറമ്പ്, അതുപോലെ കഴിഞ്ഞ 10 വർഷം പൂർണ്ണമായ സഹകരണം ഉണ്ടായി. അധ്യാപകരുടെ എല്ലാ കാര്യങ്ങളുടെ ഇടപെടൽ സഹകരണം ഉണ്ടായി. ഹെഡ് മാസ്റ്റർ നല്ല തരത്തിൽ നേതൃത്വം വഹിച്ചു. എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം ഞാൻ ഈ സമ്മേളനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന എൻ്റെ കർമ്മത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി നമ്മുടെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയും അധ്യക്ഷ പ്രസംഗം നടത്തുകയും നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരികയും ചെയ്ത ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ. വികാരിയച്ഛൻ ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ട്, നമ്മളെ നയിക്കുന്ന ആളാണ്. വികാരിയച്ഛന് ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട ഡയറക്ടേഴ്സിന് ഈ സമ്മേളനത്തിൻ്റെ പേരിൽ സന്ദേശത്തിന്റെ പേരിൽ കൃത്യമായി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കുട്ടികളെ കൈയടിച്ച് പ്രോത്സാഹിക്കണം കേട്ടോ. അടുത്തതായിട്ട് നമ്മുടെ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത അഡ്വക്കേറ്റ് ബിജു പറയത്തിലും കത്തോലിക്ക കോൺഗ്രസിന്റെ ആഗോള പ്രസിഡന്റായിട്ടും സീറോ മലബാർ സഭയുടെ വക്താവായിട്ടും പ്രവർത്തിച്ചിരുന്ന ശ്രീ ബിജു പറയത്തിലും നമ്മുടെ സമ്മേളനത്തിൽ എത്തിച്ചേർന്ന് നമ്മുടെ സമ്മേളനത്തിൽ അഭിസംബോധന സംസാരിക്കുകയും ഉദ്ഘാടനം ചെയ്യുകയും ചെയ്ത അദ്ദേഹത്തിന് ഈ സൺഡേ സ്കൂളിന്റെ പേരിൽ കൃത്യമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തതായി നമ്മുടെ അടുത്ത പള്ളിയുടെ വികാരിയച്ഛൻ ഫാദർ മാത്യു മഠത്തിലേച്ചന് അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം പോയി. മാത്യു മഠത്തിലേച്ചന് നമ്മുടെ ഇടവകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ്. പലപ്പോഴും പല വികാരിച്ചന്മാരും നമ്മളുമായിട്ട് വലിയ ബന്ധമില്ലാതെ പോകുന്ന കാലഘട്ടത്തിലാണ് ഈ മാത്യു മഠത്തിലേക്ക് വന്നതിന് ശേഷം നല്ല ഊഷ്മമായ ബന്ധമുണ്ട്. നമുക്ക് ഇവിടെ വന്നു ചേരുകയും മിസിലേക്കിന്റെ ഔദ്യോഗികമായ പ്രവർത്തനം നിർവഹിക്കുകയും ചെയ്ത മാത്യു മഠത്തിലേച്ചന് ഈ സൺഡേ സ്കൂളിന്റെ പേരിൽ കൃത്യമായി നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായിട്ട് നമ്മുടെ PTA പ്രസിഡന്റ്, നമ്മുടെ കുട്ടികളും നമ്മുടെ അധ്യാപകരും വരുമ്പോൾ ഒരു ടീമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. രക്ഷാകർത്താക്കളുടെ സഹകരണം പങ്കാളിത്തവുമുണ്ട്. രക്ഷാകർത്തൃ സംഘടനയുടെ മീറ്റിംഗ് നടത്താറുണ്ട്, സെമിനാർ നടത്താറുണ്ട്. രക്ഷാകർത്താക്കളുടെ ശരിയായ ഒരു ഇടപെടലുണ്ട്. നമ്മുടെ സൺഡേ സ്കൂളിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. കുട്ടികൾ നല്ല കുട്ടികൾ, നല്ല അധ്യാപകർ, രക്ഷാകർത്താക്കളുടെ ഇടപെടലുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഇടവകയിൽ കുട്ടികളെ സംബന്ധിച്ച് വലിയ പരാതികളൊന്നുമില്ല, അച്ചടക്ക പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സൺഡേ സ്കൂളായിട്ട് വരികയാണ്. ഈ സൺഡേ സ്കൂളിന്റെ PTA ഭാരവാഹിയായിട്ട് പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കുന്ന ശ്രീ ബിജു പോൾ അരിപ്പറമ്പിലും വൈസ് പ്രസിഡന്റ് ശ്രീമതി ലിജി സിബി കരിക്കക്കരയ്ക്കും ഈ സൺഡേ സ്കൂളിന്റെ വാർഷികത്തിന്റെ പേരിൽ കൃത്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഹെഡ് മാസ്റ്റർ പുതിയ ഹെഡ് മാസ്റ്ററാണ്. കഴിഞ്ഞ 10 വർഷക്കാലം ഞാനായിരുന്നു. അതിനുശേഷം ഈ വർഷം മുതൽ സൺഡേ സ്കൂളിന്റെ ഹെഡ് മാസ്റ്ററായിട്ട് ജോസൂട്ടി സാർ പ്രവർത്തിക്കുന്നു. ജോസൂട്ടി സാറിന്റെ ആദ്യത്തെ ഒരു വാർഷികം കൂടിയാണ്. ജോസൂട്ടി സാർ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് വളരെ ഭംഗിയായിട്ട് ക്രമീകരിച്ചു. വളരെ വിജയകരമായിട്ട് നടത്തി പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട്. ശ്രീ ജോസൂട്ടി സാറിന്റെ ഭാവി പ്രവർത്തനങ്ങൾക്കെല്ലാം ആശംസകളും നേരുന്നു. ജോസൂട്ടി സാറിന്റെ ഈ വാർഷിക സമ്മേളനത്തിലുള്ള ചിട്ടയായ ക്രമമായ മേൽനോട്ടത്തിനും ക്രമീകരണങ്ങൾക്കും എല്ലാ സൺഡേ സ്കൂളിന്റെ എല്ലാ അധ്യാപകരുടെയും കുട്ടികളുടെയും പേരിൽ നാം രേഖപ്പെടുത്തുന്നു. നമ്മുടെ സൺഡേ സ്കൂളിന്റെ മിഷൻ ലീഗിന്റെ വൈസ് ഡയറക്ടർ സിസ്റ്റർ റോസലിൻ കാലാനി രസയിച്ച്, നമുക്കറിയാം നമ്മുടെ സൺഡേ സ്കൂളിന്റെ
അല്ലെ മിഷൻ ലീഗിന്റെ പ്രവർത്തനങ്ങളിൽ ഇത്ര ഭംഗിയായിട്ട് ഒരു പ്രവർത്തനോദ്ഘാടനം നമ്മൾ ആദ്യമായിട്ട് കാണുന്നതാണ്. വളരെ ഭംഗിയായിട്ട് ക്രമീകരിച്ചു, വളരെ നല്ലൊരു സന്ദേശം നൽകി സിസ്റ്റർ റോസൻ കാൽനാനി വൈസ് ഡയറക്ടർക്ക് സൺഡേ സ്കൂളിന്റെ പേരിൽ മിഷൻ ലീഗിന്റെ പേരിൽ കൃത്യമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമ്മുടെ സ്റ്റാഫ് സെക്രട്ടറി ശ്രീ ജോജോ ഈ വർഷം ആദ്യമായിട്ട് ഈ വർഷം മുതലാണ് സ്റ്റാഫ് സെക്രട്ടറി ആയത്. ജോജോ ഈ വാർഷികത്തിന്റെ പ്രവർത്തനങ്ങളിൽ വാർഷിക സംഘടിപ്പിക്കുന്നതിൽ നല്ല സജീവമായ പങ്കാളിത്തം വഹിച്ചു. വാർഷിക റിപ്പോർട്ട് എഴുതുന്ന കാര്യത്തിലും സ്റ്റേജ് അറേഞ്ച് ചെയ്യുന്ന കാര്യത്തിലും ഹാൾ അറേഞ്ച്മെന്റ് കാര്യത്തിലും എല്ലാം സജീവമായ പങ്കാളിത്തം ഉണ്ടായിരുന്നു. ശ്രീ ജോജോ പരന്താനം സ്റ്റാഫ് സെക്രട്ടറിക്ക് സൺഡേ സ്കൂളിന്റെ പേരിൽ കൃത്യമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമ്മുടെ സ്കൂൾ ലീഡേഴ്സ് കഴിഞ്ഞ വർഷത്തെ ലീഡർമാർ കഴിഞ്ഞ വർഷത്തെ ആൽബൻ ജോബി ചമ്പലത്തി ഡെന്ന ബിജു വലിയപ്പുറപ്പിൽ കഴിഞ്ഞ ഒരു വർഷക്കാലം അവർ നമ്മുടെ സ്കൂളിന്റെ സൺഡേ സ്കൂളിന്റെ സ്കൂൾ ലീഡേഴ്സ് ആയിരുന്നു. വളരെ ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളിലും സഹകരിച്ച് പ്രവർത്തിച്ച് നേതൃത്വം കൊടുത്ത രണ്ടുപേരാണ്. ഈ രണ്ടുപേർക്കും സൺഡേ സ്കൂളിന്റെ പേരിൽ ഈ ഇടവകയുടെ പേരിൽ കൃത്യമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമ്മുടെ സൺഡേ സ്കൂളിൽ കഴിഞ്ഞ വർഷം പ്രവർത്തിച്ചിരുന്ന 3 സിസ്റ്റേഴ്സ്, സിസ്റ്റർ തെറയിൽ, സിസ്റ്റർ ജാസ്മിൻ, സിസ്റ്റർ ക്ലാരിസ്, ആ 3 പേരും തലമാറിപ്പോയി. അതിന് പകരം സിസ്റ്റർ ലിൻസി, സിസ്റ്റർ റോസലിൻ, സിസ്റ്റർ മേർലിൻ 3 പേര് വന്നിട്ടുണ്ട്. ഈ സിസ്റ്റേഴ്സ് കഴിഞ്ഞ് ഇവിടുന്ന് കടന്നു പോയവരെയും പുതുതായിട്ട് സ്വാഗതം ചെയ്യുകയും അവർക്ക് ഇവിടുന്ന് തലമാറിപ്പോയവർക്ക് കൃത്യമായി നന്ദി രേഖപ്പെടുത്തുകയും ഓർപ്പിക്കുകയും ചെയ്യും. പുതിയ സിസ്റ്റേഴ്സിന് എല്ലാ പ്രവർത്തനങ്ങളിലും വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ടീച്ചേഴ്സ് ആണ് സൺഡേ സ്കൂളിന്റെ നട്ടല്. നമ്മുടെ സൺഡേ സ്കൂളിന്റെ ഒരു പ്രധാന വിജയത്തിനുള്ള പ്രധാന കാരണം നമ്മുടെ ഒരു നല്ല ടീമായിട്ട് പ്രവർത്തിക്കുന്ന സൺഡേ സ്കൂളിന്റെ അധ്യാപകരുടെ ഗ്രൂപ്പുണ്ട്. വിശ്വാസ പരിശീലകരാണ് സൺഡേ സ്കൂളിന്റെ പ്രവർത്തനങ്ങളെല്ലാം നയിക്കേണ്ടത്. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ടീമാണ്. കലാപരിപാടികൾ, കലോത്സവങ്ങൾ, വാർഷിക സമ്മേളനങ്ങൾ, മറ്റ് കുട്ടികളുടെ കലാസന്ധികളെല്ലാം തയ്യാറെടുക്കുന്നതിനും വിശ്വാസോത്സവം പോലുള്ള അവസരങ്ങളിൽ വളരെ സജീവമായിട്ട് പങ്കെടുക്കുന്നതിന് സാധിക്കുന്ന വിശ്വാസ പരിശീലകരുടെ കെട്ടുറപ്പുള്ള ആ ടീമിന് ഈ സൺഡേ സ്കൂളിന്റെ വാർഷിക സമ്മേളനത്തിൽ വെച്ച് കൃത്യമായ ഒരു നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന 2 ടീച്ചേഴ്സ് ഈ വർഷമില്ല. കുമാരി റിയ, കുമാരി ഐശ്വര്യ മാവടിയിൽ. ഈ 2 പേരും ഇപ്പോൾ പഠിപ്പിക്കാൻ പറ്റുന്നില്ല. ഒരാൾ ജോലി കിട്ടിപ്പോയി, ഒരാൾ പുറത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ 2 പേരെയും ഇപ്പോഴത്തെ അവസരത്തിൽ പ്രത്യേകമായിട്ട് ഓർമ്മിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവിടെ എന്ന സേവനത്തിന് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. അതുപോലെ കലാപരിപാടികൾ അവതരിപ്പിച്ച കുട്ടികളുണ്ട്. വളരെ ഭംഗിയായിട്ട് ഒരുപാട് സമയം കിട്ടിയില്ലെങ്കിലും നന്നായിട്ട് ഒരുങ്ങി അവർ അവതരിപ്പിച്ചു. സ്കിറ്റൊക്കെ എല്ലാവരും കാതോർത്തിരുന്ന് ശ്രമിച്ചു, തുറന്ന് കണ്ടു. സ്കിറ്റ് നല്ലതായിരുന്നു. കുട്ടികളുടെ എല്ലാ പരിപാടികളും റംബാൻ പാട്ട് ഈ ദിവസം തോമാശ്രീയുടെ തിരുനാൾ ദിവസം റംബാൻ പാട്ട് വളരെ അവസ്ഥോചിതമായിരുന്നു. കുട്ടികളുടെ ആക്ഷൻ സോങ് വളരെ ഭംഗിയായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ സുറിയാനി ആരാധനാഗീതവും ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. അങ്ങനെ കുട്ടികളുടെ കലാപരിപാടികളെല്ലാം ഭംഗിയായിട്ട് അവതരിപ്പിച്ച കുട്ടികൾക്കും അവരെ ഇതിനുവേണ്ടി തയ്യാറാക്കി ഒരുക്കിയെടുത്ത ടീച്ചേഴ്സിനും പ്രത്യേകമായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മൾ കണ്ടു ഒരുപാട് സമ്മാനങ്ങൾ ഇവിടെ കുട്ടികൾ വാങ്ങുന്നത് കണ്ടു. ആ കുട്ടികളെ എല്ലാം അഭിനന്ദിക്കുകയാണ്. ക്ലാസ്സിലെ പഠനത്തിന് ഫസ്റ്റ് കിട്ടിയവർ, സെക്കൻഡ് കിട്ടിയവർ, മുഴുവൻ ഹാജര് വാങ്ങിച്ചവർ, 95% മുകളിൽ ഹാജര് വാങ്ങിച്ചവർ, കലോത്സവത്തിൽ വിജയികളായവർ, സ്പോർട്സ് പരീക്ഷയിൽ വിജയികളായവർ, നോയമ്പിൽ വലിയ നോയമ്പിൽ 50 ദിവസം പള്ളിയിൽ വന്നവർ, 45 ദിവസത്തിന് മുകളിൽ 40 മുകളിൽ പള്ളിയിൽ വന്നവർ, ഇങ്ങനെ ഒരുപാട് കുട്ടികളുടെ സമ്മാനം മേടിച്ചു. കൊച്ചു കുട്ടികളിൽ എൻ്റെ ഡയറി മത്സരത്തിൽ പങ്കെടുത്ത് രൂപതയിൽ നിന്ന് പ്രോത്സാഹന സമ്മാനമായിട്ട് ക്യാഷ് അവാർഡ് 200 രൂപയുടെ ക്യാഷ് അവാർഡ് വാങ്ങിച്ച കഴിക്കക്കരയിലെ നമ്മുടെ മേരി പോളിനും പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ എടുത്ത് പറയുകയാണ്. കുട്ടികൾക്ക് പ്രോത്സാഹനമാകട്ടെ. അടുത്ത വർഷം വീണ്ടും ഈ കുട്ടികൾക്കെല്ലാം സമ്മാനം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ രക്ഷകർത്താക്കൾ കുറേ പേര് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ഇതിൽ പങ്കെടുത്ത വിജയിപ്പിക്കാൻ വേണ്ടി സഹകരിച്ച എല്ലാ രക്ഷകർത്താക്കളെയും പ്രത്യേകമായിട്ട് അവസരത്തിൽ നന്ദി പറയുന്നു. ആങ്കറിംഗ് നടത്തിയ ഈ വർഷത്തെ സ്കൂൾ ലീഡർമാർ സിയോണ സിറ്റി കരശേഖര, ഡെൽവിൻ ജോലി ബൈക്കാട്, ആ 2 പേരും അവിടെ ഏൽപ്പിച്ച 100% എല്ലാ ദിവസവും എൻ്റെ സ്കൂളിൽ വന്ന് ജോലി ചെയ്ത അധ്യാപകർക്ക് ഇവിടെ സാഹചര്യങ്ങളുടെ സമ്മാനം കൊടുത്തു. ആ അധ്യാപകർ അടുത്ത വർഷം നമുക്ക് എല്ലാ അധ്യാപകരും സമ്മാനം മേടിക്കുന്ന അവസ്ഥ ഉണ്ടാവണം എന്നുകൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. അധ്യാപകരുടെ അവരുടെ സ്വന്തം കാര്യങ്ങൾ പോലും മാറ്റിവെച്ചുകൊണ്ട് ഈ സൺഡേ സ്കൂളിൽ വന്ന് പ്രവർത്തിക്കുന്ന ട്രോഫി വാങ്ങിച്ച മെമന്റോ വാങ്ങിച്ച അധ്യാപകരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് കഴിഞ്ഞ 10 വർഷക്കാലം ഹെഡ് മാസ്റ്ററായി ജോലി ചെയ്തതിൻ്റെ പേരിൽ അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി അച്ഛന് ഇവിടെ ഒരു മെമന്റോ സൺഡേ സ്കൂളിനായിട്ട് തരികയുണ്ടായി. അതിൽ മെമന്റോ വാങ്ങിക്കുമ്പോൾ മെമന്റോ എൻ്റെ സ്വന്തമായിട്ട് വാങ്ങിക്കുന്നതല്ല. മെമന്റോയിൽ കഴിഞ്ഞ 10 വർഷക്കാലം എൻ്റെ പ്രവർത്തനങ്ങളിൽ സഹകരിച്ച
എല്ലാ അധ്യാപകർക്കും വേണ്ടിയാണ് ഞങ്ങൾ വാദിക്കുന്നത്. എല്ലാ അധ്യാപകരുടെയും പൂർണ്ണമായ സഹകരണം ഉണ്ടായിരുന്നു. കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് ഇടവകയ്ക്ക് സൺഡേ സ്കൂളിന് കുറേ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ഒരാളുടെ മാത്രം നേട്ടമല്ല, സൺഡേ സ്കൂളിലെ ഒരു ടീമിൻ്റെ കലാകാരങ്ങളുള്ള വികാരിച്ചന്മാരുടെയും അധ്യാപകരുടെയും എല്ലാം കൂടി സംഘടിതമായ പ്രവർത്തനത്തിൻ്റെ രക്ഷകർത്താക്കളുടെ എല്ലാം സംഘടിതമായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടുണ്ടായ നേട്ടങ്ങളാണ്. ആ നേട്ടങ്ങൾക്ക് എല്ലാവരോടും നന്ദി പറയുന്നു. അതുപോലെ തന്നെ അങ്ങനെ ഒരു മെമ്മൻറ്റോ തന്ന എന്നെ ആദരിച്ച ബഹുമാനപ്പെട്ട വികാരിച്ചനും അധ്യാപകർക്കും ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ വിവിധ ദൗത്യം ഞാൻ അവസാനിപ്പിക്കുകയാണ്.